എല്ലാവർക്കും നമസ്കാരം. നമ്മൾ കുറ്റിപ്പച്ചമുളക് കൃഷി ചെയ്ത് ഉമ്മക്ക് എങ്ങനെ ബിസിനസ് തുടങ്ങാം, അതായത് കുറ്റിപ്പച്ചമുളക് തുടങ്ങിയിട്ട് നല്ല വരുമാനം കണ്ടെത്തുക, അതൊരു ബിസിനസ്സാക്കി മാറ്റിയിട്ട് നമുക്ക് നല്ലൊരു പുരോഗമനത്തിലേക്ക് എത്തുകയും ചെയ്യാം. നമുക്ക് നിങ്ങൾ അതുകൊണ്ട് കുറ്റിപ്പച്ചമുളക് നിങ്ങൾ നല്ലോണം വിളഞ്ഞ് നിൽക്കുന്ന സമയമാണ് ഇപ്പോൾ എല്ലാത്തുമ്മലും. ഇതിങ്ങനെ ആക്കി കൊടുക്കുക. വീണ്ടും ഈമേലൊരു തണ്ട് പൊട്ടും. ഇങ്ങനെ കൃഷി ചെയ്ത് നമ്മൾ ചാണകം നല്ലോണം കലക്കി എല്ലാത്തിനും വെച്ച് ഇവിടെ ഞങ്ങൾ 10-250 മേരട്ടുണ്ട്. ഇപ്പോൾ എല്ലാം വിളഞ്ഞ് നിൽക്കുന്ന കണ്ടങ്ങൾ ഇവിടെ എല്ലാം തീർത്ത് ഇത് മാണ്ടിയെന്ന് വെച്ചാൽ ഇത് നമ്മൾ ചാണകം കുറേശ്ശെ ഇങ്ങനെ കലക്കിയതിന് ശേഷം നമ്മൾ കുറേശ്ശെ ഇങ്ങനെ ഒഴിക്കുക. ഇതിപ്പോൾ ഇതിങ്ങനെ ഇതിപ്പോൾ 2 ആഴ്ച 10 ദിവസമായിക്കാളും ഇത് ചെറുത് നട്ടിട്ട് ഇത് കുറ്റിപ്പച്ചാളും ഇത് എന്നും കണ്ണിത്തല പൊട്ടി തീമ തന്നെ ഇങ്ങനെ തന്നെ 3-4 റൗണ്ടായിട്ട് എന്നൊന്ന് കണക്ക് തീർത്തുണ്ട്. അങ്ങനെയൊക്കെ കാണിച്ചാൽ അങ്ങോട്ടുണ്ടെങ്കിൽ അടല്ലതാ വലിപ്പമുണ്ട്. ഇതിപ്പം 2 ആഴ്ച ആയിക്കണം. അതുകൊണ്ട് 3 ആഴ്ച കൈമണക്ക് എന്നും കണ്ണിത്തല പൊട്ടി കണക്ക് തീർത്തുണ്ടാവും. അപ്പോൾ കുറ്റിപ്പച്ചമുളക് കൊണ്ട് നമുക്കൊരു ബിസിനസ് സാമ്രാജ്യം തന്നെ കെട്ടിപ്പടുക്കുക. അപ്പോൾ വീട്ടാവശ്യത്തിന് അതുപോലെ തന്നെ ഇങ്ങനത്തെ ഒരു 10-50 മേരടിനൊക്കെ നിറച്ച് ഒരു കണ്ടത്തിൽ ഒരു സെൻറ്റിൽ നിറച്ച് ഇങ്ങനെ കുറ്റിപ്പച്ചോളം സഞ്ചിയിൽ കൃഷി ചെയ്തിട്ട് നമുക്ക് ആഴ്ചക്ക് പീടികയിലേക്ക് പറിച്ച് കൊണ്ടുകൊടുക്കുകയുള്ള മാർക്കറ്റ് നോക്കിയിട്ട് പറിച്ച് കൊണ്ടുകൊടുത്തിട്ട് നമുക്ക് ഉപജീവന മാർഗം കണ്ടെത്താനുള്ള ഒരു ബിസിനസ് കൂടിയാണ് കുറ്റിപ്പച്ചമുളക് കൃഷി. നിങ്ങൾക്ക് ഒരു കണ്ടയിൽ ചെത്തി നന്നാക്കിയിട്ട് അതിലൊരു 10-50 മേരടി ഇങ്ങനെ നിരത്തി വെച്ചിട്ട് നിങ്ങൾ ചാണകമൊക്കെ കലക്കി ഒഴിക്കുകയും ചെയ്താൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് സംബന്ധമായിട്ട് തന്നെ മുന്നോട്ട് പോയി ഒന്നും നമുക്ക് 5-10 കായ് പറിക്കുകയുണ്ടാവും 3-4. അപ്പോൾ ഒരു 10-30 മേരടിനുണ്ട്. നമുക്ക് ഒരാഴ്ചക്ക് 8-10 കിലോ റെഡിക്ക് പറിക്കുകയുണ്ട്. അപ്പോൾ നിങ്ങൾ പച്ചമുളക് കൃഷി ചെയ്താൽ ഒക്കാണ്ടില്ല. കുറ്റിപ്പച്ചമുളക് ഇതിൻ്റെ വിത്ത് എടുത്തിട്ട് നിങ്ങൾ വേറെ തന്നെ ചെയ്യുക. ഇതിന് ഐദ്യം ഒന്നും വേണ്ട. നമുക്ക് ഇങ്ങനത്തെ അരിസഞ്ചി ആയിരിക്കണം. ഇത് ഞാൻ വലിയ പേക്കിലാണ് ആക്കി വെച്ച് കുറേശ്ശെ ചാണകം നൈസായിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക എല്ലാത്തിലും ചെറുതിനും വലിയതിനും. ഇപ്പോൾ ഇത് 250 മേരടി ഞാൻ ഇതിപ്പോൾ വിളയിലാക്കി വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ 3 ആഴ്ചയാക്കി ഇത് രണ്ടുങ്ങൾ കാണിച്ചു കൊടുക്കുക. ഇങ്ങനെയാണ് ഇത് ഉണ്ടാവുക. ഇത് ഇക്കണ്ണിത്തല രണ്ടുങ്ങൾ എന്നും കണ്ണിത്തല അതുപോലെ തന്നെ ഇക്കണ്ണിത്തലയും പൊട്ടു ഈമ പൊട്ടു ഇക്കണ്ണിത്തലയും പൊട്ടു. ഇപ്പോൾ 5-8 കണ്ണിത്തലയായിട്ട് നിറച്ച് വിളഞ്ഞ് നിൽക്കുന്നത് വിടർന്ന് നിന്നിട്ട് ഇതെല്ലാം വിടർന്ന് നിൽക്കും. ഇതെല്ലാം ഇപ്പം കുഴിച്ചിട്ടതാണ് ഈമലുണ്ടാകത്ത ഇതെല്ലാം ഇതുണ്ടെങ്കിൽ ഇതിപ്പോൾ അങ്ങനെയാണ് ഈ കുറ്റിപ്പച്ചോളം. അപ്പം കുറ്റിപ്പച്ചോളം നമുക്ക് നമ്മൾ എന്താണോ നമ്മൾ തന്നെ വിളിച്ചയച്ചിട്ട് എന്ത് ബിസിനസ് ഉണ്ടാക്കിയെടുക്കണം, എന്തെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കുക. നിങ്ങൾ തന്നെയാണ് ഓരോരുത്തർ തന്നെയാണ് തീരുമാനിക്കേണ്ടത് എങ്ങനെയാണ് നമ്മൾ എന്നുള്ളത്. അപ്പോൾ എല്ലാ കൃഷിയും ചെയ്താലും നമുക്ക് ഒക്കാണ്ടില്ല. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്ത് നല്ലോണം വരുമാനം കണ്ടെത്തുക, എന്തെല്ലാം ബിസിനസ്സുകൾ നമുക്ക് ചെയ്തിട്ട് മുന്നോട്ട് പോവുക, ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവുക എന്ന് നമ്മൾ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. ആയിട്ടുള്ള ചാണകനാണ് എടുക്കേണ്ടത്. രണ്ടുകള ഇങ്ങനത്തെ അധികം കട്ടി നമുക്ക് ചാണകത്തിന് പറ്റില്ല. ഇത് 2 ബാറിൽ ചാണകം നമുക്ക് വാരി ഇട്ടതിന് ശേഷം ഇങ്ങനെ നൈസായിട്ട് ഇങ്ങനെ ആക്കിയെടുത്തതിന് ശേഷം കുറേച്ച ഒരു പാട്ടയുണ്ട് നമുക്ക് ഇങ്ങനെയാണ് ആക്കിയെടുക്കുക. അപ്പോൾ ഈ ബൽദിനും കുറേച്ച ഒരു മാസത്തിൽ ഒരിക്കലും നമ്മൾ ചാണകം കലക്കി പരണ്ടു കണക്ക് കായ് ഫലം നമുക്ക് കിട്ടും. ഇങ്ങനെയാണ് ഇട്ട് കൊടുക്കുക. ഇടയ്ക്കെടുക്കുമ്പോൾ ഈ സാധനം ഇങ്ങനത്തെ ഇല വന്ന് നിൽക്കുന്നതിന് ഇല ഇങ്ങനെ ആക്കിയിട്ട് വെളിച്ചത്താക്കുക. നമ്മൾ ഈ കണ്ണിത്തല വീണ്ടും ഇങ്ങനെ പൊട്ടി അടിയിൽ നിന്ന് ഇങ്ങോട്ട് പൊടുന്നുണ്ടെങ്കിൽ കാണുക ഇങ്ങനെ പൊട്ടിക്കൊണ്ട് ഇതിപ്പോൾ ഒരാഴ്ച 10 ദിവസമായിക്കാളും ഇത് ഞാൻ കുഴിച്ചിട്ട് പേക്കാക്കിയിട്ട് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഇങ്ങനെ ആക്കി കൊടുക്കുക. ഇങ്ങനെ വിടർത്തി ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കുക. ഇങ്ങനെ ആക്കിയിട്ട് കൊടുക്കുക. ഇല്ല നല്ല കണ്ടീഷനായിട്ട് ഇത് കുറച്ച് വെള്ളമാണ് നമുക്ക് സഞ്ചിയിലാക്കിയാലും വേണ്ട. ഓരോ ബക്കറ്റ് ഒരു പാട്ട വെള്ളമുണ്ട് നമുക്ക് അതിമനോഹരമായ ഒരു സെൻറ്റുവലുണ്ട് കണക്ക് 100-150 മേരടും ഒക്കെ നിറച്ച് കൃഷി ചെയ്തിട്ട് അതിമനോഹരമായിട്ട് ബിസിനസ് സാമ്രാജ്യം തന്നെ ഓരോരുത്തർക്കും കെട്ടിപ്പടുക്കി നിങ്ങൾക്ക് ഏത് ബിസിനസ്സിലേക്കാണോ നിങ്ങൾ കൃഷി ബിസിനസ്സിലേക്ക് തന്നെ അല്ലെങ്കിൽ കൃഷി കൊണ്ട് പല ജാതി ബിസിനസ്സുകൾ ഉണ്ടാക്കി നമുക്ക് ചെറുപ്പക്കാർക്കും സ്ത്രീകൾക്കും ഒക്കെ നമുക്ക് ഒരു സെൻറ്റുവലിലേക്ക് കണക്ക് കൃഷി ചെയ്ത് മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്ത് എന്തെല്ലാം കൃഷി നമുക്ക് രീതികൾ നമുക്ക് കണ്ടെത്തി മുന്നോട്ട് പോവുക. ബിസിനസ്സാക്കി തന്നെ നമുക്ക് മുന്നോട്ട് പോവുക. കൃഷി കൊണ്ട് നമ്മൾ നാളെ മറ്റന്നാൾ ഇതിപ്പോൾ കാച്ചി വെച്ചാൽ ഓരോരോ വീട്ടിലേക്ക് ഇതിപ്പോൾ 100 രൂപയായിട്ടാണ് ഞാൻ തൈ കൊടുക്കുന്നത്. ഇപ്പോൾ ഓരോരോ വീട്ടിലേക്ക് എന്ത് ചെയ്യും ഇതിപ്പോൾ നാളെ എല്ലാവർക്കും മാണ്ടിയൊരിക്കൽ ഓർഡർ എടുത്ത് നാളെ ഇപ്പോൾ കാച്ചി വെച്ചു 2 ദിവസം കൊണ്ട് നിങ്ങൾ നോക്കിയാൽ കാണില്ല. വേറെ ചെറുത് കണ്ടങ്ങൾ അങ്ങനെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ചെറുത്. ഇതിപ്പോൾ നാളെ മറ്റന്നാൾ കൊണ്ട് ചിലപ്പോൾ നാളെ തന്നെ തീർത്ത് കാറ്റി വെച്ച് എല്ലാ വീട്ടിലേക്ക് എത്തിക്കുള്ള ഓർഡർ ചെയ്ത് എല്ലാ വീട്ടിലേക്ക് എത്തിക്കും. അപ്പോൾ നിങ്ങളും കൃഷി ചെയ്ത് നല്ലോണം വരുമാനം കണ്ടെത്തുക. ഒരു കണ്ടത്തിൽ നിറച്ച് ഉണ്ടാക്കിയിട്ട് നല്ലോണം പച്ചമുളക് ഓരോന്നും 10-15 കായ് പറിക്കുകയുണ്ടാവും. അപ്പം നമുക്ക് 10-30 എണ്ണ ഒരു ബക്കറ്റ് നിറച്ച് കുറ്റിപ്പച്ചമുളക് നിങ്ങൾക്ക് പറിച്ചെടുത്തിട്ട് കടയിലേക്ക് കൊണ്ടുപോയി ഹോൾസെയിലായിട്ട് വിൽക്കുകയും എല്ലാം ചെയ്ത് വീട്ടാവശ്യത്തിനും എല്ലാം ചെയ്തിട്ട് നല്ലോണം നിങ്ങൾ തന്നെ കൃഷിയിൽ മുന്നേറ്റം നടത്തി വിജയ ശതമാനം കണ്ടെത്തുക ഓരോരുത്തരും.